കേരള ചരിത്രത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധി രാജാക്കന്മാരെ നമുക്ക് കാണാം. എന്നാൽ എല്ലാ രാജാക്കന്മാരിൽ നിന്നും ഏറെ വ്യത്യസ്തനായ ഒരു ഭരണാധികാരിയായിരുന്നു രാമവർമ്മ എന്ന ശക്തൻ തമ്പുരാൻ. കൊച്ചിയിലെ രാജാക്കന്മാരിൽ പ്രമുഖ സ്ഥാനത്തിന് അർഹനാണ് ശക്തൻ തമ്പുരാൻ. ഏറെ കഴിവുറ്റ ഭരണാധികാരി, തന്ത്രശാലി, ദീർഘവീക്ഷണമുള്ള രാഷ്ട്രതന്ത്രജ്ഞൻ എന്നീ വിശേഷണങ്ങളൊക്കെ ശക്തൻ തമ്പുരാൻ എന്ന ഭരണാധികാരിക്ക് ഏറെ യോജിക്കും. ശക്തൻ തമ്പുരാനാണ് ലോകപ്രശസ്തമായി തീർന്ന തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത്. ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ ജനിച്ചതുകൊണ്ട് മാത്രം പ്രത്യേക സ്ഥാനം ആർക്കെങ്കിലും നൽകണമെന്ന് ആ ഭരണാധികാരി ചിന്തിച്ചില്ല. എല്ലാ മതസ്ഥരുടെയും കഴിവുകൾ രാജ്യ നന്മയ്ക്കായി അദ്ദേഹം പ്രയോജനപ്പെടുത്തുകയുണ്ടായി. രാജ്യത്തിൻ്റെ സമഗ്രമായ പുരോഗതി അതുമാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. സ്ഥിരമായി സൈന്യങ്ങളെ നിലനിർത്തുന്ന ഒരു സംവിധാനം അന്നുണ്ടായിരുന്നില്ല. ആവശ്യം വരുന്ന സന്ദർഭത്തിൽ യോദ്ധാക്കളെ തിരഞ്ഞെടുക്കുന്ന രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനൊരു മാറ്റം വരുത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ ശക്തൻ തമ്പുരാനും സ്ഥിര സൈന്യങ്ങൾ രൂപീകരിച്ച് അവർക്ക് വിദഗ്ധ പരിശീലനം നൽകി. കള്ളന്മാരെയും കൊള്ളക്കാരെയും അക്രമികളെയുമൊക്കെ അദ്ദേഹം അമർച്ച ചെയ്തു. നീതി നടപ്പാക്കുന്നതിൽ ആ ഭരണാധികാരി ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. അതുകൊണ്ടുതന്നെ ആ ഭരണാധികാരിയെ ജനങ്ങൾ സ്നേഹബഹുമാനത്തോടെ ശക്തൻ തമ്പുരാൻ എന്ന് വിളിച്ചു. സത്യസന്ധതയായിരുന്നു ആ ഭരണാധികാരിയുടെ മുഖമുദ്ര.